നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 5, 2025 വെള്ളി. അങ്ങനെ RBIയുടെ ഭാഗത്ത് നിന്നും സർപ്രൈസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നതിനെ തുടർന്ന് തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും മാത്രമല്ല നിഫ്റ്റിക്ക് 3 ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്ക് ശേഷം 26,100 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്നും തുടർച്ചയായി നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് 26,000 എന്ന കീ ലെവലിന് തൊട്ടു താഴെയായിട്ടാണ് ഓപ്പണിംഗും രേഖപ്പെടുത്തുവാൻ സാധിക്കുകയുമുണ്ടായത്. എങ്കിലും 25,985 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് രാവിലെ 10 മണിയോടുകൂടി RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നതോടുകൂടി മാർക്കറ്റിന് വീണ്ടും കരുത്താർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 26,202 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 152 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 26,186 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കാനായപ്പോൾ സെൻസെക്സിന് 445 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 488 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്ന് NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ മാർക്കറ്റിന് നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും ആകെ 1,183 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1,643 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ശ്രീറാം ഫൈനാൻസ്, ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്, HCL ടെക്നോളജീസ്, ഹിൻഡാൽകോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ട്രെൻഡ്, സൺഫാർമ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ PSU ബാങ്ക്, ഫൈനാൻസ്, പ്രൈവറ്റ് ബാങ്ക്സ് തുടങ്ങിയ സെക്ടറുകൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ കൺസ്യൂമർ ഗുഡ്സ്, മീഡിയ മേഖലകൾക്ക് ഇന്ന് പ്രഷറും അനുഭവപ്പെടുകയുണ്ടായി. ഇന്നലെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അമേരിക്കൻ ഡോളറിനെതിരെ എത്തിച്ചേർന്ന ഇന്ത്യൻ രൂപയ്ക്ക് നേരിയ തോതിലാണെങ്കിൽ കൂടി റിക്കവറാകാൻ സാധിച്ചെങ്കിലും ഇന്നും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 14 പൈസയുടെ നഷ്ടത്തോടുകൂടി 89.98 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർച്ചയായിട്ടുള്ള ഫ്ലൈറ്റുകളുടെ ക്യാൻസലേഷൻ മൂലം ഇന്നലെ തുടർന്ന ഇടിവ് ഇന്നും ഇൻഡിഗോ സ്റ്റോക്കിൽ തുടരുകയുണ്ടായി. മാത്രമല്ല ഇന്നും സ്റ്റോക്കിന് ഇൻട്രാഡേ ബേസിസിൽ 3% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. പിന്നീട് പൈലറ്റ് ഡ്യൂട്ടി നിയമങ്ങളിൽ DGCAയുടെ ഭാഗത്ത് നിന്നും ഇളവ് അനുവദിച്ചതോടെ ഒരു പരിധി വരെയുള്ള നഷ്ടങ്ങൾ ഇന്ന് ഇൻഡിഗോയ്ക്ക് നികത്തുവാനും സാധിക്കുകയുണ്ടായി. എന്നാൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ സ്റ്റോക്കിൽ അനുഭവപ്പെട്ട ക്ഷീണം സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറുകയുണ്ടായി. തൽഫലമായി ഇന്ന് സ്പൈസ് ജെറ്റിന് ഇൻട്രാഡേ ബേസിസിൽ 7% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഇന്ന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും അതിശക്തമായ നേട്ടത്തോടുകൂടി വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു തിരിച്ചുവരവിലേക്ക് നയിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഈ അടുത്തിടെ വന്ന സർപ്രൈസ് ആയിട്ടുള്ള ഇന്ത്യയുടെ GDP ഡേറ്റയെ തുടർന്നും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ദിനംപ്രതിയുള്ള ഇടിവിന്റെ ഫലമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയുണ്ടായി. എങ്കിലും മാർക്കറ്റും നിക്ഷേപകരും വെച്ചു പുലർത്തിയ പ്രതീക്ഷ 5.5% തന്നെ റെപ്പോ റേറ്റ് സ്റ്റഡിയായിട്ട് നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുകയുമുണ്ടായത്. എന്നാൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 25 ബേസിസ് പോയിന്റ് കട്ട് നടപ്പാക്കിക്കൊണ്ട് സർപ്രൈസ് ആയിട്ട് തന്നെ വരികയുണ്ടായി. ഇത് മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും വികാരങ്ങളെ ഉണർത്തുക തന്നെയുണ്ടായി. മാത്രമല്ല മെയ് 2020 ശേഷം ഈ വർഷം ഫെബ്രുവരിയിലാണ് ആദ്യമായി ഇൻട്രസ്റ്റ് റേറ്റുകൾ വീണ്ടും കൊറോണയ്ക്ക് ശേഷം കുറയ്ക്കുവാൻ RBI തയ്യാറായത്. തൽഫലമായി ഈ കലണ്ടർ ഇയറിൽ മാത്രം 125 ബേസിസ് പോയിന്റുകളുടെ കട്ടാണ് RBIയുടെ ഭാഗത്ത് നിന്നും വരികയുമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുവാനായിട്ടുള്ള അതിശക്തമായ തീരുമാനമാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെയും അതിശക്തമായ നേട്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് വന്ന RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ തുടർന്ന് റേറ്റ് സെൻസിറ്റീവ് സ്റ്റോക്കുകളിൽ അതിശക്തമായ ബൈയിങ് ഉടലെടുക്കുകയുണ്ടായി. തൽഫലമായി ഇന്ന് ഫിനാൻഷ്യൽ സർവീസസ്, ബാങ്ക് നിഫ്റ്റി, PSU ബാങ്ക്, റിയാലിറ്റി, ഓട്ടോ തുടങ്ങിയ മേഖലകൾക്കും അതിശക്തമായ പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിക്കുകയുണ്ടായി. നിഫ്റ്റി റിയാലിറ്റിയിലൊക്കെ ഇന്ന് ഒരു ഘട്ടത്തിൽ 1% നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. കാരണം ഇന്നത്തെ 25 ബേസിസ് പോയിന്റ് കട്ട് മൂലം ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ ഭവന വായ്പയുള്ള ഒരു വ്യക്തിക്ക് ഒരു മാസത്തിലെ തിരിച്ചടവിൽ മാത്രം 3000 തൊട്ട് 4000 രൂപയുടെ
വ്യത്യാസം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി ഇന്ന് ഫിനാൻഷ്യൽ, PSU, പ്രൈവറ്റ് ബാങ്ക് മേഖലകൾക്ക് മാത്രമല്ല ഓട്ടോ, റിയാലിറ്റി മേഖലകൾക്കും വളരെ ഗുണകരമായി തന്നെ മാറുകയുണ്ടായി. ഇതുകൂടാതെ ഇനി US നിന്നും ഈ മാസം വരാൻ പോകുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകളുടെ മുകളിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി ITക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്നലെ 1.5% നേട്ടം കൈവരിച്ച നിഫ്റ്റി ITക്ക് ഇന്ന് 1% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ എല്ലാ സ്റ്റോക്കുകൾക്കും നേട്ടത്തോടുകൂടി ഇന്നും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നേരിയ ഉയർച്ച അനുഭവപ്പെട്ടെങ്കിലും ഇന്ന് നേരിയ തോതിൽ തന്നെ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇടിവ് നേരിടുകയുണ്ടായി. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇന്നലെ US മാർക്കറ്റിൽ S&P 500നും നാസ്ഡാക്കിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചതും മാത്രമല്ല ഡോ ജോൺസ് ഫ്യൂച്ചറിന് ഇന്ന് നേരിയ നേട്ടത്തിലാണെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ വ്യാപാരത്തിൽ തുടരുവാനുമായി. അതുകൂടാതെ 3 യൂറോപ്യൻ മാർക്കറ്റ്സും ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായി. അതുകൂടാതെ ഇന്ന് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുന്നതും. അതുകൂടാതെ ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ, സിംഗപ്പൂർ, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നേട്ടത്തിൽ തുടർന്നതിന്റെ ഫലമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെയും സപ്പോർട്ട് ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്നത്തോടുകൂടി തുടർച്ചയായി 2 ആഴ്ചകളിൽ ഇന്ത്യ വിക്സ് ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഈ ആഴ്ചയിൽ ചൊവ്വാഴ്ച ഫ്ലാറ്റായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ബാക്കി എല്ലാ ട്രേഡിംഗ് സെഷനുകളിലും ഇടിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇന്നലെ 3.5% ഇടിവ് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യ വിക്സിന് ഇന്നും 4.71% ഇടിവ് ക്ലോസിംഗ് ബേസിസിലും രേഖപ്പെടുത്തുവാനായി. തൽഫലമായി ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയിക്കൊണ്ട് 10.31 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. 1.5 മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ വിക്സ് ഈ ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായത്. തൽഫലമായി ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 14.5 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ 0.5%, ജർമ്മൻ മാർക്കറ്റ് 0.5% നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ, സിംഗപ്പൂർ, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്കൊഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വില $63.12 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $59.53 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിൽ വീണ്ടും ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്, $17. തൽഫലമായി $4224.80 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സാട്രിക്സ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ലിമിറ്റഡ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ നിന്നും കമ്പനിക്ക് SOC സേവനങ്ങൾക്കുള്ള 75 ലക്ഷം രൂപ വരുന്ന ഓർഡർ ലഭിക്കുകയുണ്ടായി. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് കോർണക്സ് മൈക്രോ സിസ്റ്റത്തിൽ നിന്ന് 10.6 കോടി രൂപ വരുന്ന ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്ഡേറ്റ് സർവീസസ് ലിമിറ്റഡ് കമ്പനിയുടെ പ്രൊമോട്ടർ 8,000 ഓഹരികൾ വാങ്ങിക്കൊണ്ട് കമ്പനിയിലുള്ള ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയുണ്ടായി. തൽഫലമായി 24.1004% നിന്ന് 24.1123% ഓഹരി പങ്കാളിത്തം ഉയർത്തുകയുണ്ടായി. അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പ് റിലയൻസ് ഹോം ഫിനാൻസ് കേസിൽ 1,120 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയുണ്ടായി. ഗോവ കാർബൺ ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് മൂലം 76 ലക്ഷം രൂപയുടെ നികുതി റീഫണ്ട് കമ്പനിക്ക് തിരികെ ലഭിച്ചു. ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്സ് ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി 0.49% ഓഹരികൾ പ്രൊമോട്ടർ വാങ്ങിക്കൊണ്ട് കമ്പനിയിലുള്ള സ്റ്റേക്ക് വർദ്ധിപ്പിക്കുകയുണ്ടായി. ഓറിയന്റ് ഗ്രീൻ പവർ കമ്പനി തമിഴ്നാട്ടിൽ 7 മെഗാവാട്ട് AC സോളാർ പദ്ധതി കമ്പനി ആരംഭിച്ചു. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.